നമസ്കാരം. പ്രാക്ടിക്കൽ സൈക്കോളജി രംഗത്ത് 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മാസ്റ്റർ ശിവയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോസ്, അതുപോലെ തന്നെ റീൽസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യജീവിതത്തിൽ ഭാഗമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ സൈക്കോളജി. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചർച്ചയാവുന്നുണ്ട് നിരവധി. അപ്പോൾ സർ ഈ ഒരു രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാനുള്ളത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയൊരു സാധ്യത തുറന്നു തന്നിരിക്കുകയാണ്. എല്ലാവരുടേതുമാണ് ഈ ലോകം. മുൻപ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഒരേപോലെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് ഈ ലോകത്തിൻ്റെ മുൻപിൽ അവരുടെ അനുഭവം, അവരുടെ അറിവ്, അവരുടെ ഇന്നോവേഷൻസ് ഒക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ്. അതിലൂടെ എന്തും ലഭിക്കും. അപ്പോൾ ഈ പ്രാക്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അത് എത്രമാത്രം ആളുകളിലേക്ക് എത്തിക്കും, വർക്കൗട്ട് ആവും എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് പലതരം അറിവുകളും അനുഭവങ്ങളും ഉണ്ട്. ചിലത് പഠിച്ച് അറിവായിട്ട്, ചിലത് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, നമുക്കറിയാം. ചിലർക്ക് അത് ചെയ്യാൻ പറ്റും. ഇന്ന് അറിയുന്നവരുടെ ലോകമല്ല, ചെയ്യുന്നവർക്കാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം, സോൾവ് ചെയ്യാം പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ചെയ്ത് കഴിയുന്നതിന് ആവശ്യമായ അറിവ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കിട്ടണമെന്നില്ല, നേരിട്ടാണ് കിട്ടേണ്ടത്. അത് മറ്റത് അറിവ് മാത്രം പോരാ. അതായത് നോയിങ് ഡൂയിങ് ഗ്യാപ്പ് ഉണ്ട്. അറിയുന്നതും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം. ചെയ്യണമെങ്കിൽ മനസ്സിൽ അതിനുള്ള ആറ്റിറ്റ്യൂഡും ബിലീഫും വേണം. അതുണ്ടാക്കണമെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്ന ട്രെയിനിങ് തന്നെ വേണം. അത് എനിക്കൊരു ഡൗട്ടുള്ളതാണ്. ഇപ്പം ഞാനടക്കം എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇതുപോലെ കാണുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡൂയിങ് അല്ല, അത് ചെയ്യുന്നില്ല. ചിലർ അതിനു വേണ്ടി മുതിരുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞു അത് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രത്തോളം പേര് അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഈ റീൽസ് കണ്ട്? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ ശ്രമിക്കും, ചിലരത് ചെയ്യും. ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയമാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാർക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എഴുതുന്നതിനും അത്തരം കാര്യങ്ങൾക്കാണ് പരിശോധിക്കുന്നതും മാർക്കിടുന്നതും ഗ്രേഡ് ചെയ്യുന്നതും. യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതിനും ചെയ്യുന്നതിനുമാണ് ഗ്രേഡ് ചെയ്യേണ്ടത്. അതിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ അക്ഷരം തെറ്റിയാൽ അത് മാറ്റി തിരുത്തി ശരിയാക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പറയാനും ചെയ്യാനുമുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് കഴിവ് നൽകാനും പ്രശംസിക്കാനും അംഗീകാരം കൊടുക്കാനും ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കാനും തയ്യാറാവുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വരുന്നൊരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ലഭിക്കുന്നില്ല. അല്ല, നമ്മൾ ഇങ്ങനത്തെയുള്ള വീഡിയോസ് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണോ? ഈ പണ്ടുള്ള നമുക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാണ്. ഓരോ സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ പോയിട്ട് അവൈലബിൾ ആണ് അവിടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സൊക്കെ. നമ്മൾ അവിടെ പോയിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ട് നമ്മളത് കണ്ട് അതിൽ ആകൃഷ്ടരായി ആ വീഡിയോസിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്ന് ഒരു സൈക്കോളജി എടുക്കുന്ന ഒരു സാറായതുകൊണ്ട് പറയാൻ പറ്റുമോ? ഉറപ്പ് നൽകാൻ പറ്റുമോ? ഇതിൽ നമുക്ക് നല്ലതും ചീത്തയും ഉണ്ട്. എല്ലാവർക്കും അനുഭവം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഒരാൾ എന്ത് പഠിച്ചു എന്നതല്ല, ആ ആളെന്ത് പറഞ്ഞു എന്നതല്ല, നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. മനസ്സിലായ കാര്യം ചെയ്യാനുള്ള പ്രേരണ കിട്ടിയോ? നേരത്തെ പറഞ്ഞ വാക്കാണ്. ഈ ചെയ്യാനുള്ള വിശ്വാസം വന്നോ? ഏറ്റവും വലുത് സ്ട്രാറ്റജിയാണ്. എല്ലാത്തിനും പ്രവർത്തന തന്ത്രമുണ്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലുണ്ടാക്കുന്നതാണ് തന്ത്രം. അത് പ്രവർത്തന തന്ത്രമായിട്ട് മാറണം. അപ്പോഴേ അത് ചെയ്യാൻ പറ്റൂ. നമുക്ക് രണ്ട് രീതിയുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു തന്ത്രമുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് പറ്റില്ല, കഴിയില്ല എന്ന രീതിയിലുള്ള തന്ത്രമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും അതിനെ നമ്മൾ സ്വന്തമായ രീതിയിലാക്കി മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് മറ്റൊരാൾക്ക് എളുപ്പമുള്ളത് നമ്മൾ ചിലപ്പോൾ പ്രയാസമുള്ളതാക്കി മനസ്സിൽ സൃഷ്ടിക്കും. അത് പ്രയാസമുള്ളതായി മാറുകയും ചെയ്യാൻ പറ്റാത്ത ആളായിട്ട് മാറുകയും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്ന കാര്യത്തിനെ എങ്ങനെ എടുക്കുന്നു എന്നതാണ്. അപ്പോൾ നേരിട്ടുള്ള ട്രെയിനിങ്ങിൽ നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. കാരണം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ആറ്റിറ്റ്യൂഡ് വേണം, ബിലീഫ് വേണം, അതിനാവശ്യമായ എനർജിയും വേണം. നമുക്ക് നേരിട്ടാകുമ്പോൾ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. മറ്റൊരു ആൾ ഏതവസ്ഥയിലാണെന്ന് അറിയാൻ പറ്റുമോ? അതാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹരിക്കണമെങ്കിൽ
ചിലർക്ക് ഇതിൽ കൂടെ മോട്ടിവേഷനൊക്കെ കിട്ടും, നേടാനും കഴിയും. അപ്പോൾ ഇല്ല എന്നല്ല, നേരിട്ട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ സൈക്കോളജി മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കളുടെയൊക്കെ പ്രായത്തിൽ ഒരു സ്റ്റേജോ അതുപോലെ തന്നെ എന്തെങ്കിലും വേദികളോ കണ്ടാൽ ആ ഭാഗത്തേക്ക് പരിസരത്തേക്ക് പോകില്ലേ ഞാൻ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഇങ്ങനെ മാറാനുണ്ടായ ഒരു കാരണമാണ് ഈ പ്രാക്ടിക്കൽ സൈക്കോളജിയിലേക്ക് വരാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയും അതിലുള്ള പ്രഗത്ഭരായിട്ട് ഇടപെടാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു പാഠമാണ്. അത് ചിലർക്ക് ഒരുപാട് പാണ്ഡിത്യമുണ്ട്, ചിലർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ അവരെ കൂടെ നടക്കുകയും പെരുമാറുകയും ചെയ്ത് മനസ്സിലായി ചില കാര്യങ്ങൾ എനിക്കും ഇതുപോലെ അറിവുള്ളതാണല്ലോ, അവരും പഠിച്ചെടുത്താണ്. ഞാൻ പഠിക്കുക മാത്രമല്ല, അതും അക്കാദമിക്കായിട്ട് പഠിക്കുന്നതിനപ്പുറത്ത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവമാണ്, ഞാൻ നേരിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ആത്മവിശ്വാസം നൽകിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് പ്രാക്ടിക്കലായിട്ട് ചെയ്യലാണ് പ്രധാനം. ഇതേപോലെ സൈക്കോളജി. അപ്പോൾ ഇതേപോലെ പലരും സയൻറ്റിഫിക്കായി ചിന്തിക്കുന്നവർ പേടിയുള്ളവരാണ്, അവർക്ക് പെട്ടെന്ന് വിഷമം വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കുള്ള പേടി സ്റ്റേജിനോടാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർ മുമ്പിൽ പൊതുവേദിയിൽ പ്രസംഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രശ്നം. അതേസമയം എനിക്ക് ചില കാര്യങ്ങൾ അമിതമായ ധൈര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്, വല്ലാത്ത കോൺഫിഡൻസ്, രാത്രിയെ പേടിയില്ല. അതുപോലെ തന്നെ പിശാച്, പ്രേതം ഇങ്ങനെ പറയുന്ന സ്ഥലത്തൊക്കെ വെല്ലുവിളി പോലെ പലതും അന്വേഷിച്ച് അവിടെ പോയി പരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ്. ശ്മശാനത്തിൽ പോയി കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചപ്പോൾ എനിക്ക് ധൈര്യം കൂടി. ഈ ധൈര്യമാണ് പിന്നീട് ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ നമുക്കൊരു രംഗത്തുണ്ടായ ധൈര്യം വേറെ രംഗത്തെടുത്ത് ഉപയോഗിക്കാം. അത് ഏത് സ്പോർട്സിലും ആർട്സിലും അതുപോലെ എഡ്യൂക്കേഷനിലും. അതുപോലെ പഠന പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് പഠിക്കുന്നത് എളുപ്പമായി മാറാൻ ഇത് സഹായിച്ചു. കോൺഫിഡൻസ് വന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവർ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ സ്വയം കഴിവ് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരൊക്കെ ബുദ്ധിജീവികളാണ്, അവർ പ്രഗത്ഭരാണ്, അവർ അത്ഭുതകരമായ കഴിവുള്ളവരാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കഴിവ് കുറയാണ്. അപ്പോൾ നമ്മൾ അവിടെ അവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ടത് നമ്മൾ അവരുമായിട്ട് വിജയിച്ച് നിൽക്കുന്ന ഏതൊക്കെ മേഖലയാണെന്ന് അന്വേഷിക്കണം. എന്നിട്ട് അവരുമായിട്ട് അങ്ങനെ താരതമ്യം ചെയ്യുന്നവർ സ്വയം വിജയിക്കണം. ഞാൻ അവരെക്കാൾ മിടുക്കനാണ്, മിടുക്കിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കണം. ഈ ബോധ്യം വിശ്വാസമായിട്ട് മാറണം. വിശ്വാസം മാറിയാൽ എല്ലാം മാറും. വിശ്വാസമാണ് എല്ലാം. താങ്കൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് താങ്കൾ. ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് ഞാൻ. കഴിവില്ലാത്ത ആളെന്ന് വിശ്വസിച്ചാൽ എനിക്ക് കഴിവില്ല. ഇപ്പം എനിക്ക് ഞാനാണ് ഏറ്റവും ധൈര്യമുള്ള ആളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ധൈര്യം. എനിക്ക് എത്ര വലിയ വേദിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും പരിഹരിക്കാൻ പറ്റും. ഏതൊരു പ്രശ്നമുള്ള ആളെയും അവരെ ആശ്വസിപ്പിക്കാനും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ സഹായിക്കാനും കഴിവുള്ള ആളാണെന്ന വിശ്വാസം ഈ അറിവ് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ, അനുഭവം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് അവരെ കൂടുതൽ മെച്ചപ്പെടുത്താനും അവരെ വിജയിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നായിട്ട് മാറും. കുറേയധികം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ എന്താ പറയുക, പ്രത്യേക ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു പ്രാക്ടിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു നിലയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ സ്വയം കഴിവുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അതിനെ സഹായിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എല്ലാവർക്കും അറിയാം. ആ പ്രോജക്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിക്ട് ബേസിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയം വരും. അത് സമ്മർ ക്യാമ്പൊക്കെ. അപ്പോൾ 500-1000 പേരൊക്കെ ഉണ്ടാവും ഡിസ്ട്രിക്ട് തലത്തിലുള്ള ക്യാമ്പ്. അപ്പോൾ അതിൽ പഠിക്കാത്ത കുട്ടികളും പഠിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ആ വേദിയിലൊക്കെ നമ്മൾ ഈ സ്ട്രാറ്റജിക്കലായിട്ട് മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റേജിലേക്ക് ഏറ്റവും ബാക്ക് ബെഞ്ചേഴ്സ് ഓടി കയറി വന്നിട്ട് അവർ പറയാണ്, ഞാൻ ഇന്ന് മുതൽ 5 മണിക്കൂർ കൂടുതൽ പഠിക്കും. എനിക്കിപ്പോൾ കണക്ക് ഇപ്പോൾ മുതൽ പഠിക്കാൻ എനിക്ക് എളുപ്പമായി. എനിക്ക് സയൻസ് പറ്റും, എനിക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റും, ഞാൻ ഇപ്പോൾ ധൈര്യമുള്ള ആളാണ്. ഞാൻ സ്വയം കഴിവില്ലാത്ത ആളാണെന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു ഞാനാണ് മിടുക്കിയെന്ന്. ഇങ്ങനെ ഒരൊറ്റ സെഷൻ കൊണ്ട് മനസ്സിൽ മാറ്റം വരുത്താൻ പറ്റും. അതെ. അതുകൂടാതെ പേഴ്സണൽ കോച്ചിങ് ആണെങ്കിൽ നമ്മൾ ഒറ്റ തവണ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യും. ഈ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ തുടക്കത്തിലൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ പ്രേമിക്കുന്ന സമയത്ത് എപ്പോഴും കാണും, അഭിനന്ദിക്കും,
പ്രശംസിക്കും, അതുപോലെ തന്നെ എപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കും, എപ്പോഴും സ്പർശം, ലാളന ഒക്കെ കൊടുക്കും. നല്ലത് മാത്രമേ കാണുള്ളൂ. പിന്നെ പിന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറ്റം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ധാരാളിത്തവും, പ്രശ്നം മാത്രമേ കാണൂ. അപ്പോൾ കുറ്റപ്പെടുത്താനും അതുപോലെ താരതമ്യം ചെയ്യാനും തുടങ്ങും. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അകന്നു പോകും. അപ്പോൾ അവരുടെ ഉള്ളിൽ ചില വാല്യൂസ് തുടക്കത്തിലുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെടുത്തി. അപ്പോൾ അവർ രണ്ടു കൂട്ടരെയും സെപ്പറേറ്റായിട്ട് ഇരുത്തി അവരുടെ വാല്യൂസിൽ മാറ്റം വരുത്താൻ പറ്റും. അവരെ എന്നേക്കുമായിട്ട് അത് നഷ്ടപ്പെട്ട കാര്യമല്ല, അത് ഇപ്പോഴും നിലനിൽക്കുന്നു. അന്നുണ്ടായ ഓരോ നല്ല മുഹൂർത്തങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു 20,000 പേജുള്ള ഒരു പുസ്തകമാണ് ജീവിതം എന്നുണ്ടെങ്കിൽ അതിലത്തെ 20-30 പേജ് എടുത്ത് വെച്ചിട്ടാണ് എൻ്റെ ജീവിതം നശിച്ചു, അവളാണ് എൻ്റെ ജീവിതം തകർത്തത്, അവനാണ് എന്നെ നശിപ്പിച്ചത് എന്ന രീതിയിൽ കാണുന്നു. ബാക്കി ഈ പറയുന്ന 19,900 അധികം പേജുകൾ ഉണ്ട്, നിലവിലും ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ കാണാതെയാണ് നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നത്, വിഷമിക്കുന്നത്. അപ്പം അതിനെയൊക്കെ ആ സുന്ദരമായ നല്ല മുഹൂർത്തങ്ങളെ മനസ്സിൽ കുറേ കൂടി വലുതാക്കി ഇഫക്റ്റീവായി സൃഷ്ടിക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ആ പ്രാക്ടീസ് കൊടുത്തു കഴിയുമ്പോൾ ഈ പങ്കാളിയെക്കുറിച്ച് മഹത്വം കൂടും, ആ വിശ്വാസം കൂടും, ഇഷ്ടം കൂടും, ആകർഷണീയത കൂടും. ആ വ്യത്യാസം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം വളരെ വലുതാണ്. അതോടെ അവർ ആ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ഉറപ്പുള്ളതും ശാശ്വതവുമായിട്ട് പരിഹരിക്കുന്നതായിട്ട് മാറും. അത് അവരുടെ ഫാമിലി ലൈഫിലും അവരുടെ സോഷ്യൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഗുണമുള്ളതായിട്ട് മാറ്റും. ഇപ്പോൾ ബിസിനസ് രംഗത്തു നിന്നായാലും മറ്റ് പ്രൊഫഷണൽ രംഗത്തു നിന്നായാലും സ്കൂൾ കുട്ടികളായാലും അധ്യാപകരായാലും ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലീസിൽ നിന്നായാലും പല രംഗത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരേ ഒരു പാറ്റേണിലാണോ അല്ലെങ്കിൽ ഒരേ ഒരു സ്ട്രാറ്റജിയിലാണോ അവരെ കൊണ്ടുപോകുന്നത്, അതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരുത്തർക്ക്, ഇപ്പോൾ ബിസിനസ് രംഗത്താണെങ്കിൽ അവർക്ക് വേറെ രീതിയിൽ, ഫാമിലീസിന് വേറെ രീതിയിൽ, കുട്ടികൾക്ക് വേറെ, അങ്ങനെയാണോ കൊണ്ടുപോകുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും വ്യത്യസ്തരാണ്. ഓരോ വ്യക്തികളും യൂണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്, അവർക്ക് സ്ട്രാറ്റജി ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അത് ഞാൻ മനസ്സിലാക്കണം. അപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരാളെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നത്തിനെ വ്യക്തമായി അറിയുന്ന ഒരാൾക്കേ പരിഹരിക്കാൻ പറ്റൂ, കുറച്ചറിയുന്ന ആൾക്കല്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ ആ വണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറെ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഒരു കോളേജിൽ കൊണ്ടുപോയി അത് പ്രശ്നം പരിഹരിക്കുകയോ ഒരു മെക്കാനിക്കിനെ ആണോ നമ്മൾ ആശ്രയിക്കുക? ഇതേപോലെ സൈക്കോളജിയിലും ശരിക്കും അറിയുന്ന ഒരാൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഒരു ലീഡറാണെങ്കിലും അയാളുടെ പ്രശ്നങ്ങളൊക്കെ ഇതേപോലെ വിവിധങ്ങളാണ്. അതിനെപ്പറ്റി ആഴത്തിൽ അറിവുള്ള ഒരാളെന്നൊക്കെ അനുഭവമുള്ളതുകൊണ്ട് അവരെ പ്രശ്നപ്പെടുന്നത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒരേപോലെയല്ല, വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അവർക്ക് തനിച്ച് വേണ്ടി വരും. കാരണം ഈ പരിക്ക് പറ്റും, അത് മെൻ്റലി ഇഞ്ചുറി ഉണ്ടാവും. അത് എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാൾ പോലും പെട്ടെന്ന് തകർന്നു പോകാം. നമുക്കറിയാം, മഹാനായ മെസ്സി ഇന്ന് ലോക ചാമ്പ്യനായിട്ട് അറിയപ്പെടുന്നു. 2 തവണ ലോകകപ്പ് ഫുട്ബോളിനോട് വിട പറഞ്ഞതാണ്. കാരണം 2 തവണ തോറ്റപ്പോഴാണ് ആ ജേഴ്സി ഊരിയിട്ട് മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞു, ഞാൻ ഇനി ഫുട്ബോളിലില്ല എന്ന്. അപ്പോൾ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ, ഒരു ഗോൾ മിസ്സാവുമ്പോൾ ഇതേപോലെ സംഭവിക്കുന്നു. അപ്പോൾ ഇതേപോലെ സംഭവിക്കുന്ന ഒരു വ്യക്തി തകർന്നു പോയിരിക്കുന്നു. ആ വ്യക്തിയെ നമുക്ക് അയാളുടെ ആത്മാഭിമാനവും വിശ്വാസവും വീണ്ടെടുത്തിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ഭാവി കാര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കാനുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റാം ഈ പ്രശ്നത്തിനെ. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഇന്ന് ബിസിനസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് മത്സരമുണ്ട്. മുൻപ് ഒരു മേഖലയിൽ ഒരു വ്യക്തിയെ, ഒരു സ്ഥാപനം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് മാറി. ഇന്ന് ഈ മത്സരം കൂടിയപ്പോൾ എല്ലാവർക്കും വലിയ മീറ്റിംഗ് നടത്തണം, മറ്റ് ബിസിനസ്സുകാരായിട്ട് മീറ്റിംഗ് നടത്തണം, അതുപോലെ കസ്റ്റമേഴ്സിനെ നേരിട്ട് അറിയാൻ വേണ്ടി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ആത്മവിശ്വാസം പോവുകയും കോൺസെൻട്രേഷൻ പോവുകയും മെമ്മറി പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുന്ന ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വലിയ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും കോൺഫിഡൻ്റായും കോൺസെൻട്രേഷനിലൂടെ വളരെ സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡിലൂടെ അനുകൂലമാക്കി ആ മീറ്റിങ്ങിനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മീഡിയയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട്. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും.
ഇപ്പോൾ ഈ ഒരു ബിസിനസ് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് കുട്ടികളുടെ കാര്യത്തിൽ? ടീനേജേഴ്സ് ആണോ അതോ ചെറിയ കുട്ടികളൊക്കെയാണോ? അവർക്ക് എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി അവർക്ക് കൊടുക്കുന്നത്? ഇപ്പോൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം അവരുടെ കൂടെ ജീവിക്കുന്ന പാരൻസോ മറ്റുള്ള ആരാണെങ്കിൽ അവർക്ക് കൂടി ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോൾ ടീച്ചേഴ്സിനും കൊടുക്കണം. കാരണം ഇവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് കുട്ടിയെ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും. തനിക്ക് മാത്സ് ബുദ്ധിമുട്ടാണല്ലേ, താങ്കളത് അംഗീകരിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ ടീച്ചേഴ്സോ പാരൻസോ കൂട്ടുകാരോ പറയും. അപ്പോൾ താങ്കളത് വിശ്വസിക്കുകയും പിന്നെ മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന കഴിവ് കുറയ്ക്കുന്ന ഒരു ബിലീഫായിട്ട് മാറുകയും ചെയ്യും. പിന്നെ താങ്കളത് ശ്രമിക്കില്ല. മറിച്ച് ഇത് തനിക്ക് നന്നായി പറ്റുമല്ലോ, തനിക്കും കഴിയും. ഇപ്പോൾ 0 മാർക്കാണെങ്കിൽ താൻ 100 മാർക്കാക്കണം എന്നല്ല പറയേണ്ടത്. 1 മാർക്ക് കിട്ടാനുള്ള പണി നമ്മൾ ചെയ്യാം, കളിച്ച് പഠിക്കാം, രസകരമായിട്ട് ചെയ്യാം. അതിൻ്റെ സീക്രട്സ് കൊടുക്കണം, അതിൻ്റെ സ്ട്രാറ്റജി കൊടുക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളതും വേഗത്തിൽ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുന്ന ഒരു കഴിവുള്ള ആളായിട്ട് മാറും. അപ്പോൾ 1 മാർക്ക് പിന്നെ 2 ആക്കാം, 3 ആക്കാം, അങ്ങനെ 100-ൽ 100 മാർക്ക് വാങ്ങിക്കാം. പക്ഷെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ ട്രെയിനിങ് ടീച്ചേഴ്സിന് ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടോപ്പിക്കിൽ പറഞ്ഞു, റീൽസ് വഴിയാണ് ഓരോരുത്തരും വീഡിയോസ് കണ്ടാണ് എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിൽ. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പേഴ്സണൽ ഒരു സൈക്കോളജിക്കൽ ട്രെയിനർ എന്ന നിലയ്ക്ക് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോണിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നെഗറ്റീവ് സൈഡ് ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി താരതമ്യം ചെയ്തു വരുമ്പോൾ അവരെങ്ങനെ അത് എഫക്റ്റ് ചെയ്യുന്നതും കൂടി അറിയാനായിട്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ സാധ്യതയായിട്ടാണ് കാണേണ്ടത്. നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് മുൻപത്തെ പോലെ കഷ്ടപ്പെടേണ്ട. ഇന്ന് ChatGPTയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ഈ ഡിവൈസിന് ഉപയോഗിക്കണം എന്നാണ്. ഇനി അത്ര രംഗത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്വയം ഗവേഷണം ചെയ്യുന്ന മനോഭാവം ഇല്ലാതാവും. പ്രാക്ടിക്കലായിട്ട് കണ്ടെത്തേണ്ട ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് കുറഞ്ഞു പോയേക്കാം. ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അന്വേഷണ മനോഭാവം കുറയുന്നു. അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി കുറഞ്ഞു പോകും. അത് നെർവസിനെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നത് പോലെ ഇത് എപ്പോഴും പഠിക്കുന്ന കാര്യത്തിന് ഈ ഡിവൈസ് മാത്രം ഉപയോഗിക്കും പ്രശ്നമാവും. അപ്പോൾ അതിനെ പ്രാക്ടിക്കലായിട്ട് അതിലെന്തൊക്കെ കൊണ്ടുവരണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, അതിൻ്റെ വർക്കിംഗ് മോഡൽസ്, അതുപോലെ തന്നെ അതിൽ ലോകത്ത് എവിടെയൊക്കെയാണ് പരിചയമുള്ള സ്ഥലത്ത് ഫാക്ടറി പോകേണ്ട കാര്യം അവിടെ നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പഠിക്കുന്ന, അതിനൊപ്പം വേണം നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിച്ച് പഠിക്കാൻ. തന്നെയല്ല ഗോൾ ഓറിയൻറ്റഡ് ആവണം. ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് പല ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ നമുക്ക് പാരൻ്റ് മനസ്സിലാക്കുന്നില്ല, ടീച്ചർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പാരൻ്റോ കുട്ടിയോ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വയം തീരുമാനിക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്ത് കൂട്ടായിട്ട് എടുക്കണം തീരുമാനം. എന്നിട്ട് ആ ലക്ഷ്യത്തിന് ഉന്മുഖമായി ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജീവിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അത് രസമായിട്ട് മാറും. അപ്പോൾ ലക്ഷ്യോന്മുഖമായിരിക്കണം. അത് തന്നെയല്ല എപ്പോഴും പ്രാക്ടിക്കൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എന്താണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ മോട്ടിവേഷൻ കുറവാണെന്ന് പറയും, കുട്ടികൾക്ക് ലക്ഷ്യമില്ല എന്ന് പറയും. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറേ മുതിർന്നവർ നുണ പറയുന്നുണ്ട് എന്നുള്ളതാണ്. നീ പഠിച്ചാലാണ്, നീ ക്വാളിഫൈഡ് ആയാലാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നിനക്ക് ജോലി കിട്ടുക, നിനക്ക് സമ്പാദിക്കാൻ പറ്റുക, അംഗീകാരം കിട്ടുക. കുട്ടി ബോധ്യപ്പെടുന്നുണ്ട് പഠിച്ചില്ലെങ്കിലും സൂത്രത്തിൽ കൂടെ പണം ഉണ്ടാക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും പറ്റുന്നത് കുട്ടി നേരിട്ട് കാണാണ്. ആ കുട്ടിയുടെ അടുത്ത് പഠിച്ചാലേ പറ്റുമെന്ന് പറഞ്ഞാൽ കുട്ടി അംഗീകരിക്കില്ല. അപ്പോൾ നമ്മളെ മുമ്പിൽ അനുസരണയോടെ ഇരിക്കും. അത് കഴിഞ്ഞ് കുട്ടി പഠിക്കാതിരിക്കും. അപ്പോൾ എന്തോ കുട്ടിക്ക് കഴിവ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഒരേപോലെ കഴിവുള്ളവരാ. ഉദാഹരണത്തിന് എല്ലാവർക്കും സെയിം ഡിവൈസ് ഉണ്ട്, സെയിം സിസ്റ്റം ഉണ്ട്. പക്ഷെ എല്ലാവരും പല ലെവലിലാണ് എത്തുന്നത്. അത് പല ലെവലിലാണ് എത്തുന്നത്, അവരെ പെർഫോമൻസ് എത്തുന്നത്. അതിന് കാരണം ഈ മറ്റുള്ളവരുടെ വിലയിരുത്തലാണ്, തെറ്റായ വിലയിരുത്തലാണ്. അത് സയാമീസ് ഇരട്ടകളായാൽ പോലും 2 തലയിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഇപ്പോൾ താങ്കൾ അവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് ഒരു ബോഡി ആണെങ്കിൽ പോലും
നമ്മൾ വ്യത്യസ്ത ലോകത്തെയാണ് കാണുന്നത്, വ്യത്യസ്ത ബോഡിയിലൂടെയാണ് അനുഭവിക്കുന്നത്. രണ്ടുപേരും താല്പര്യം രണ്ടായിരിക്കും. നമ്മളൊക്കെ ഒന്നാണെന്ന് കരുതിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യത്യസ്തത മനസ്സിലാക്കുകയും ആ വ്യത്യസ്തരായിരിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യണം. അവർക്ക് റിസോഴ്സ് കൊടുക്കണം. പ്രധാന റിസോഴ്സ് മെൻ്റൽ റിസോഴ്സാണ്. അതായത് ഒരു ഓപ്പണസ് ആയിട്ടിരിക്കാനും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും ക്യൂരിയസ് ആയിട്ടിരിക്കാനും ഗിവ് മീ മോർ എന്ന ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന് പഠിക്കാനും അന്വേഷണം നടത്താനും പറ്റുന്ന ഒരു മാനസികാവസ്ഥ കൊടുക്കലാണ് പ്രധാനം. ഇത് കൊടുത്താൽ ഏതൊരു കുട്ടിക്കും വേഗത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഡിവൈസിനെ പറ്റി പറഞ്ഞു. മെമ്മറി ടെക്നിക്ക് അറിയുന്ന ഒരാൾക്ക് ഇപ്പോൾ 1 മുതൽ 200 വരെ നമ്പർ ഇട്ടിട്ട് അതിനൊപ്പം തന്നെ ആ ചുറ്റുപാടിലുള്ള ആൾക്കാർ പറയുന്നതൊക്കെ എഴുതുന്ന സമയം കൊണ്ട് ഓർക്കാൻ പറ്റുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇത് ഓർക്കാൻ പറ്റുന്ന കുട്ടിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഓൺലൈനിലേക്കൂടെ ഈ ഡിവൈസിലൂടെ പഠിച്ചെടുക്കാൻ ഏതാനും ദിവസങ്ങൾ മതി. അപ്പോൾ നല്ലതല്ലേ? ലോകത്തെ മനസ്സിലാക്കാൻ എളുപ്പം പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഉപയോഗിക്കാനും അല്ലാത്ത കാര്യങ്ങളെയാണ് കുട്ടിയെ ബോധ്യപ്പെടുത്തി കുട്ടിയുടെ കൂടെ ഒപ്പം നിന്ന് സഹായിക്കുന്ന കൂട്ടുകാരനായിട്ടും മാറണം മുതിർന്നവർ, പേരൻസ്, ടീച്ചേഴ്സൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് പ്രാക്ടിക്കൽ സൈക്കോളജിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരുപാട് പേരിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇങ്ങനെയൊരു മേഖലയിൽ എങ്ങനെ പ്രവർത്തിക്കാം. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന എനിക്ക് വരെ തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു മേഖലയിൽ എത്തുക, ആളുകളിലേക്ക് എങ്ങനെയൊരു അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഈ ഒരു ഫേമിൽ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അത്രയ്ക്കധികം എന്താ പറയുക റിസ്കി ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ? നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു? എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? നമ്മുടെ ഈ പഴയകാല കാഴ്ചപ്പാടുകളൊക്കെ ആകെ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ സയൻസിലും ടെക്നോളജിയിലൊക്കെ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടായി. അതൊക്കെ അപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ആയുസ് കൂടി, സൗകര്യങ്ങൾ വർദ്ധിച്ചു, എല്ലാം ഉണ്ടായി. ഇതേപോലെ സൈക്കോളജിയിലുണ്ടായ മാറ്റമാണ് നമ്മളുടെ പ്രാക്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്, പ്രയോഗിക്കാനുള്ള സൈക്കോളജിയാണ്. അപ്പോൾ അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ പോലെ തന്നെ സൈക്കോളജി ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയെ എങ്ങനെയാണോ ആക്കി തീർക്കേണ്ടത് അയാളുടെ ആഗ്രഹം അനുസരിച്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ താല്പര്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു ബേസിക് ആയിട്ടെന്ന് പറയുന്നത് ജീവിത അനുഭവം ഉണ്ടാവണം. ഉദാഹരണത്തിന് പരാജയപ്പെട്ട അനുഭവവും വിഷമകരായ ദുരിതപൂർണമായ ജീവിതാനുഭവമൊക്കെയുള്ള ആൾക്ക് പെട്ടെന്ന് ഈ സൈക്കോളജി പഠിക്കാൻ പറ്റും. ഇതില്ലാത്തൊരു വ്യക്തിക്ക്, അനുഭവമില്ലാത്ത വ്യക്തിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റില്ല. അയാൾക്ക് അത് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു കാര്യവും സർട്ടിഫിക്കേഷനുള്ളൊരു അവസരം മാത്രമാണത്. മറിച്ച് പ്രാക്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുക. പ്രശ്നങ്ങൾ കൊണ്ട് പരിഹരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമല്ല. ആ വിഷയങ്ങൾ പോലെയുള്ള അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അതിനെ അതിജീവിക്കാനും എത്ര പ്രയാസകരമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനും കഴിവുള്ള ആളായിട്ട് മാറും. ആദ്യം തന്നെ നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്തിട്ട് വേണം മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട്. അതെ. ഇനി പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വേണം നമ്മുടെ അടുത്ത് പഠിക്കാൻ വരാൻ. അത് എത്രത്തോളം ഗൗരവമുള്ള ഗുരുതരമായുള്ള പ്രശ്നമാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. തന്നെയല്ല അതിൽ പ്രഗത്ഭരായിട്ട് മാറും ചെയ്യും. ബെസ്റ്റ് പെർഫോമൻസ് ആവാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ. പ്രശ്നങ്ങളെ തരണം ചെയ്ത് വരുന്നവരായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുക. അതെ, സത്യത്തിൽ ഈ പ്രശ്നങ്ങളും നല്ലതാണ്. ഈ പ്രശ്നങ്ങൾ പെർമനൻറ്റും അല്ല. ഒരു പഠിക്കാത്ത കുട്ടി പെർമനൻ്റ് അല്ല, ഒരു ധൈര്യമില്ലാത്ത വ്യക്തി പെർമനൻ്റ് അല്ല. നമ്മളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാത്ത കുട്ടി, വയറുവേദനക്കാരി, തലവേദനക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഒരു നോർമലൈസേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ടെമ്പററിയാണ്. ഇപ്പം എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് അത് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം അരഞ്ഞ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടതാണ്, അത് പെർമനൻ്റാണ്. അതേപോലെ ഒന്നല്ല പഠിക്കാത്ത അവസ്ഥ, ഭയമുള്ള അവസ്ഥ, വിഷമിക്കുന്ന അവസ്ഥ, ഓവർ തിങ്കിങ് എന്ന് പറയുന്നതോ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ടെമ്പററിയാണ്. നമ്മൾ ട്രെയിനിങ്ങിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന എന്തോ ഔട്ട്കം, ആ ഔട്ട്കം അനുസരിച്ച് നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ആ വ്യക്തിക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ എല്ലാ മെൻ്റൽ റിസോഴ്സും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
പെർഫോമറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ എല്ലാവരും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളത് സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, അവിടെ വന്ന് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താലോ എന്നൊക്കെ ചില നേരത്ത് തോന്നിപ്പോവും. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ എന്താണ് അവരോട് പറയാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? അതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് സാറിന് പറയാനുള്ളത്? അതുപോലത്തെ ഒരു പ്രശ്നം കുറേ ദിവസം എടുത്ത് പരിഹരിക്കാൻ പാടില്ല. അത് പിന്നത്തേക്ക് വെക്കരുത്, സമയം കളയരുത്. കാരണം ജീവിതം വിലപ്പെട്ടതാണ്, ഒറ്റ തവണ കിട്ടിയിട്ടുള്ള അവസരമാണ്. എത്ര ഇന്ന് ചെയ്യാൻ പറ്റുമോ അത് നല്ലത്. ഒറ്റ തവണ മതി നമ്മുടെ സെഷൻ കൊണ്ട് മാറ്റാൻ. ഒരൊറ്റ തവണത്തെ പരിശീലനം കൊണ്ട് ഓവർ തിങ്കിങ് മാറ്റാം, ഡിപ്രഷൻ മാറ്റാം, ആൻസൈറ്റി മാറ്റാം. അപ്പോൾ ഇന്നുണ്ടായ ഓവർ തിങ്കിങ് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം അല്ലേ? അപ്പോൾ ഇത്രയധികം നേരം നമ്മളോട് പ്രാക്ടിക്കൽ സൈക്കോളജിയെക്കുറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് പറഞ്ഞു തന്ന ശിവ മാസ്റ്റർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.